അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളെ നിക്ഷേപത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ആപ്പിനെ കുറിച്ചാണ്. അതെ, ഗ്രോ ആപ്പ് ഇപ്പോൾ സ്വന്തമായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുകയാണ്. ഗ്രോ IPO-നെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് അതിന്റെ ഒഫീഷ്യൽ പേരായ ബില്യൺ ബ്രെയിൻസ് ഗാരേജ് വെഞ്ചേഴ്സ് ലിമിറ്റഡ്. അതായത് ഗ്രോ ആപ്പ് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു ഗ്രോ ആപ്പ് ഇന്ത്യയിലെ ടയർ 2, ടയർ 3, ടയർ 4 നഗരങ്ങളിലെ കോടിക്കണക്കിന് ആദ്യകാല നിക്ഷേപകരെ ഡിമാറ്റ് അക്കൗണ്ടുകൾ, SIP, ഇക്വിറ്റി എന്ന ലോകത്തേക്ക് എത്തിച്ചു. ഇപ്പോൾ ഗ്രോ തന്നെ സ്വന്തമായി IPO-ലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഗ്രോ IPO-ന്റെ മുഴുവൻ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ഈ വീഡിയോ പൂർണ്ണമായും വിദ്യാഭ്യാസവും വിവരാവകാശവുമായ ഉദ്ദേശങ്ങൾക്കായാണ്. ഇത് യാതൊരു തരത്തിലുള്ള നിക്ഷേപക ഉപദേശമോ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ പ്രചാരണമോ അല്ല. ഈ വീഡിയോയിലെ മുഴുവൻ വിവരങ്ങളും ഗ്രോ കമ്പനി സെബിയിൽ സമർപ്പിച്ച RHPയിലും പൊതുവായ രേഖകളിൽ നിന്നും എടുത്തതാണ്. നിക്ഷേപകർ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും RHP വളരെ കൃത്യമായി വായിക്കുക. അതുമാത്രമല്ല, സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ അഭിപ്രായവും സ്വീകരിക്കുക. സെക്യൂരിറ്റി മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് റിസ്കുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതിനാൽ സ്വന്തമായി പഠിച്ച് നിങ്ങളുടെ റിസ്കുകൾ മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ ഏതാണെന്ന് നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഗ്രോ IPO എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രോയുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യ ഘടകമാണ്. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കമ്പനിയുടെ സാമ്പത്തിക ഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്തും അതുപോലെ തന്നെ വീക്ക്നെസ്സും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു IPO-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇതൊരു നിർദ്ദേശമല്ല. നമുക്കിനി IPO ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും സെബിയിൽ സമർപ്പിച്ച RHPയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കിനി വിശദമായി പരിശോധിക്കാം. ഗ്രോ IPO-നെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ദ RHP ഫൈൽഡ് വിത്ത് സെബി, ഞാൻ ഓൾറെഡി പറഞ്ഞു, സെബിയിൽ സമർപ്പിച്ച ആ ഒരു RHP പ്രകാരം അതിലെ ഡേറ്റ അനുസരിച്ചാണ് നമ്മൾ ഓരോ കണക്കും പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായി അത് വായിക്കണമെന്നുണ്ടെങ്കിൽ RHP നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും വായിക്കാൻ സാധിക്കും. അതിലെ മെയിൻ പോയിന്റ്സ് എടുത്താണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഇഷ്യൂ സൈസ് വരുന്നത് 6632 കോടി രൂപയാണ്. അതിൽ ഫ്രഷ് ഇഷ്യൂ ഇപ്പോൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1060 കോടി രൂപയാണ്. ഓഫർ ഫോർ സെയിലിനായി വച്ചിരിക്കുന്നത് 5572 കോടി രൂപയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ദ പ്രൊമോട്ടേഴ്സ് ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഓഫർ ഫോർ സെയിൽ. ഓഫർ ഫോർ സെയിലിന് വേണ്ടി പ്രൊമോട്ടേഴ്സ്മാർ ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഈ ഒരു IPO-യിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പ്രൈസ് ബാൻഡ് ആണ്. 95 രൂപ മുതൽ 100 രൂപ വരെയാണ് പെർ ഷെയർ. ഒരു ഷെയർ വാങ്ങാൻ നിങ്ങൾ നൽകേണ്ടത് 95 രൂപ മുതൽ 100 രൂപ വരെയാണ്. RHP അനുസരിച്ച് IPO തുടങ്ങാൻ സാധ്യതയുള്ള ദിവസം നവംബർ 4, 2025 IPO അവസാനിക്കാൻ സാധ്യതയുള്ള ദിവസം നവംബർ 7, 2025 അപ്പൊ ഇതിന്റെ എക്സ്പെക്റ്റഡ് അലോട്ട്മെന്റ് വരുന്നത് 10-ാം തീയതിയാണ്. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് അറൌണ്ട് 12th നവംബർ ആയിരിക്കും. ഇനി നമുക്ക് ലോട്ട് സൈസ് എത്രയാണെന്ന് നോക്കാം. ലോട്ട് സൈസ് വരുന്നത് 150 ഷെയർസ് പെർ ലോട്ട് ആണ് വരുന്നത്. കമ്പനി നൽകുന്ന പ്രൊജക്ഷൻ അനുസരിച്ച് ഓഹരിക്ക് 95 രൂപ മുതൽ 100 രൂപ വരെ ആയിരിക്കും വില പ്രതീക്ഷിക്കുന്നത്. ഇതൊരു വില ബാൻഡ് മാത്രമാണ്. കുറഞ്ഞ നിക്ഷേപം ഏകദേശം 14,250 രൂപ വരെ വേണ്ടി വന്നേക്കാം. ഈ ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് നൽകിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു IPO-ലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് വരുന്നത് 1060 കോടിയാണ്. അപ്പോൾ ഈ ഒരു 1060 കോടി രൂപ എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രോ പ്ലാൻസ്
ഗ്രോയിന്റെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു 1060 കോടിയിൽ നിന്ന് 152 കോടി രൂപ ഉപയോഗിക്കുന്നത് ടെക്നോളജിയും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസും അപ്ഗ്രേഡ് ചെയ്യാനാണ്. നമുക്കറിയാം, ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ടോട്ടൽ എമൗണ്ടിന്റെ 1060 കോടിയിൽ നിന്ന് 152 കോടി ടെക്നോളജിക്കും പ്ലാറ്റ്ഫോം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 225 കോടി രൂപ ഉപയോഗിക്കുന്നത് ബ്രാൻഡ് ആൻഡ് മാർക്കറ്റിംഗ്. നമ്മളുടെ എല്ലാ ബിസിനസിന്റെയും എല്ലാ കമ്പനിയുടെയും വളർച്ചയ്ക്ക് ആ ഒരു മാർക്കറ്റിംഗ് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ ഇവിടെയും ഏകദേശം 225 കോടി രൂപ ആ ഒരു ബ്രാൻഡ് ആൻഡ് മാർക്കറ്റിംഗിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ആ ഒരു ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 205 കോടി രൂപ ഉപയോഗിക്കുന്നത് എക്സ്പാൻഡ് ദ ക്യാപിറ്റൽ ബേസ് ഓഫ് ഇറ്റ്സ് NBFC ആം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് 205 കോടി രൂപ ഉപയോഗിക്കുന്നത്. ആ ഒരു ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 167 കോടി രൂപ ഉപയോഗിക്കുന്നത് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിന് വേണ്ടിയാണ്. ഇത്രയും തുകയ്ക്ക് ശേഷം ബാക്കി ശേഷിക്കുന്ന തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുകയുടെ വിനിയോഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന പോയിന്റ് ആണ് ഗ്രോ ഇപ്പോഴും ടെക്നോളജി, ലെൻഡിംഗ്, ബ്രാൻഡിംഗ് സ്ട്രെങ്ത് എന്നീ മേഖലകളിലെ വളർച്ചയ്ക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വിവരാവകാശത്തിനായാണ്, ഇതൊരു നിക്ഷേപ നിർദ്ദേശമായി കണക്കാക്കരുത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കമ്പനിയുടെ ഫോക്കസ്. കമ്പനി എന്തിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് സ്കെയിലിംഗ് ഇറ്റ്സ് ടെക്നോളജി. നിക്ഷേപം എല്ലാ ഇന്ത്യക്കാരിലും എളുപ്പം എത്തിക്കുക എന്നതാണ് ഈ ഒരു ഗ്രോ എന്ന കമ്പനിയുടെ ഒരു പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു കമ്പനിയുടെ ഫോക്കസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് എക്സ്പാൻഡിങ്, ലെൻഡിങ്, അതുപോലെ തന്നെ സ്ട്രെങ്തനിങ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബിസിനസ് ഓവർവ്യൂ. എന്താണ് ഗ്രോ ആക്ച്വലി ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമുക്കറിയാം ഓരോ കമ്പനിക്കും ഒരു ബിസിനസ് മോഡൽ ഉറപ്പായും ഉണ്ടാകണം. എന്നാൽ മാത്രമേ ആ കമ്പനിക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രോഫിറ്റ് ആണ് ലഭിക്കാൻ പോകുന്നത്, ആ ഒരു കമ്പനിയുടെ വളർച്ച എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് നിക്ഷേപം സാധ്യമാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഗ്രോ എന്ന കമ്പനിയുടെ ബിസിനസ് ഓവർവ്യൂ ആണ്. ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് ഡിജിറ്റൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം. അതായത് ഇൻവെസ്റ്റ്മെന്റ് വളരെ എളുപ്പമാക്കുന്നു, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആക്കുന്നു, അക്സസിബിൾ ഫോർ എവറി ഇന്ത്യൻ. എല്ലാ ഇന്ത്യക്കാർക്കും വളരെ വേഗത്തിൽ അക്സസ് ചെയ്യാനും സാധിക്കുന്നു. അത് മാത്രമല്ല ഇതൊരു D2C മോഡലാണ്, അതായത് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഇൻവോൾവ് ആകാനും സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് മോഡലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ബ്രോക്കറിംഗ് സർവീസസ്. അതിൽ വരുന്നതാണ് സ്റ്റോക്ക് ആൻഡ് IPO ഇൻവെസ്റ്റിംഗ്, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ്. ഇത് രണ്ടുമാണ് ബ്രോക്കറിംഗ് സർവീസിലെ പ്രധാന വരുമാന മാർഗമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. രണ്ടാമത്തേതാണ് മ്യൂച്വൽ ഫണ്ട്. എല്ലാ AMCകളുമായി ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്. 2023 ഇന്ത്യ ബുൾസ് AMC ഏറ്റെടുത്ത ശേഷം ഗ്രോ സ്വന്തമായി മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചു. മൂന്നാമത്തെ പോയിന്റായി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമർ ക്രെഡിറ്റ്. പേഴ്സണൽ ലോൺസ്, അതുപോലെ തന്നെ ലോൺസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി എന്നിവ NBFC മുഖേന നമുക്ക് നേടാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ് ആണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി, MTF. അതായത് ട്രേഡർമാർക്ക് ലിവറേജ് ലഭിക്കാനുള്ള സൗകര്യം. ഓഫേഴ്സ് ലെവറേജ് ഫോർ ട്രേഡേഴ്സ് ടു ഇൻക്രീസ് പൊസിഷൻ സൈസ്. അതായത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, ട്രേഡർമാർക്ക് ലിവറേജ് ലഭിക്കാനുള്ള സൗകര്യമാണ് ഈ ഒരു നാലാമത്തെ പോയിന്റിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ആണ് വെൽത്ത് മാനേജ്മെന്റ്. വെൽത്ത് ബൈ മാനേജ്മെന്റിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് W by ഗ്രോത്ത് എന്ന പേരിൽ ഹൈ നെറ്റ്വർക്ക് ക്ലയന്റുകൾക്കായുള്ള പ്രത്യേക സേവനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഗ്രോ ഒരു സമ്പൂർണ്ണ ഫിനാൻഷ്യൽ എക്കോസിസ്റ്റം രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. ബ്രോക്കിംഗ്, മ്യൂച്വൽ ഫണ്ട്, ലെൻഡിംഗ്, വെൽത്ത് മാനേജ്മെന്റ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ നേടാൻ സാധിക്കും. ഈ ഒരു ഭാഗം ബിസിനസ് മോഡൽ വിശദീകരണത്തിനായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു റേറ്റിംഗോ നിർദ്ദേശമോ ആയി കണക്കാക്കരുത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഇൻഡസ്ട്രി ലാൻഡ്സ്കേപ്പ് ആൻഡ് മാർക്കറ്റ് പൊസിഷൻ. ഗ്രോ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ് ഇൻഡസ്ട്രിയിലാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസ്ക്കൽ ഇയർ 2025 ഇതിന്റെ വാല്യൂ ആയി കണക്കാക്കപ്പെടുന്നത് 1.1 ലക്ഷം കോടി രൂപയാണ്.
അപ്പോൾ 2030 ആകുമ്പോഴേക്കും എക്സ്പെക്റ്റഡ് ടു ഗ്രോ 15% മുതൽ 17% വരെ ഗ്രോ ചെയ്യാനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മൂല്യം ഉയരുന്നത് 2.6 ലക്ഷം കോടി രൂപയായിട്ടാണ്. ആസ് ഓഫ് ജൂൺ 2025 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗ്രോയിൽ NSE-യിൽ 1.26 കോടി ക്ലയന്റുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ ഗ്രോ ഹോൾഡ്സ് അറൌണ്ട് 18.5% ഷെയർ ഓഫ് ഓൾ ആക്റ്റീവ് SIPs. ഇതൊരു വലിയ കണക്കാണ്. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടിൽ ഗ്രോയിന് 18.5% SIP മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതായത് ഇന്ത്യയിലെ ഓരോ പുതിയ 3 SIP-യിലും ഒന്നുകിൽ ഗ്രോ വഴിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രോ എന്ന കമ്പനിയുടെ സ്ട്രെങ്ത് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിലാണ് ഇത് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്ന ഓരോ വിവരങ്ങളും RHP അടിസ്ഥാനമാക്കിയാണ്. നിക്ഷേപകർ സെബി ഫയലിംഗിൽ സ്ഥിരീകരിക്കണം. ഇനി നമുക്ക് ഗ്രോ എന്ന കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് മാസീവ് റീച്ച് ആൻഡ് ബ്രാൻഡ് ട്രസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ SIP എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഗ്രോ. അപ്പോൾ ആ ഒരു ബ്രാൻഡ് ട്രസ്റ്റ് എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് ആയി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഹൈ യൂസർ റിട്ടൻഷൻ. അതായത് 3 വർഷം പഴക്കമുള്ള 78% കസ്റ്റമേഴ്സും ഇപ്പോഴും ആക്റ്റീവ് ആണ്. ബ്രോക്കറേജ് ഫീസ് കൂടിയിട്ടും 40% വളർച്ചയാണ് ഈ ഒരു കമ്പനി നേടിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ സ്ട്രെങ്ത് ആയി നമുക്ക് പറയാൻ സാധിക്കുന്നത് സിമ്പിൾ ആൻഡ് ട്രാൻസ്പെറന്റ് ആപ്പ് ഡിസൈൻ. അതെ, വളരെ സിമ്പിൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ബിഗിനേഴ്സ് തന്നെ ആയിക്കൊള്ളട്ടെ, ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവയൊക്കെ തുടങ്ങിയ ഒരാളാണെങ്കിലും ഗ്രോ എന്നൊരു ആപ്പ് നമുക്ക് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സിമ്പിൾ ആയി നമുക്ക് ഒരു ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് മറ്റൊരു സ്ട്രെങ്ത് ആയി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. നാലാമത്തെ സ്ട്രെങ്ത് ആയി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇൻഡസ്ട്രി ലീഡിംഗ് ഡിജിറ്റൽ പ്രസൻസ്. 2022 സാമ്പത്തിക വർഷം മുതൽ 2025 ജൂൺ 30 വരെ ഗ്രോയ്ക്ക് പുതിയ ആപ്പ് ഡൗൺലോഡുകളുടെ ഏറ്റവും ഉയർന്ന വിഹിതം ഉണ്ടായിരുന്നു, 38.18%. അത് മാത്രമല്ല ഗൂഗിൾ സെർച്ച് ഇൻട്രസ്റ്റിലും ഗ്രോ നമ്പർ 1 ആണ്. അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് എഫിഷ്യന്റ് ടെക് ആൻഡ് കോസ്റ്റ് സ്ട്രക്ചർ. അതായത് 50 മില്യൺ ഉപഭോക്താക്കളെയും 50 മില്യൺ ഡെയിലി കസ്റ്റമേഴ്സിനെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയാൻ സാധിക്കുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ പറയുകയാണെങ്കിൽ 26.3%. അത് ഫിസ്ക്കൽ ഇയർ 2025 നോക്കുകയാണെങ്കിൽ 13.7%. ആറാമത്തെ പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് സ്ട്രോങ് ഓപ്പറേഷണൽ ലെവറേജ്. അതായത് അസറ്റ് ലൈറ്റ് ഫ്ലോയിലൂടെ ശക്തമായ ക്യാഷ് ഫ്ലോ സ്കെയിലബിൾ വരുമാനം. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഗ്രോയുടെ RHP അടിസ്ഥാനമാക്കിയാണ്. ഇതൊരു നിക്ഷേപ ഉപദേശമായി കണക്കാക്കരുത്. ഏതൊരു കമ്പനി എടുത്താലും ആ ഒരു കമ്പനിക്ക് പോസിറ്റീവ് സൈഡ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള റിസ്ക്കും അതുപോലെ തന്നെ കൺസേൺസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിസ്ക് ആൻഡ് കൺസേൺസ് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പോയിന്റ് ആണ് മാർക്കറ്റ് വോളറ്റിലിറ്റി. വരുമാനം ട്രേഡിംഗ് ആക്ടിവിറ്റിയോട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്. രണ്ടാമതായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പോയിന്റ് ആണ് റെഗുലേറ്ററി ചേഞ്ചസ്. അതായത് സെബിയുടെ പുതിയ നിർദ്ദേശങ്ങൾ ഫീസ് ഘടനയെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ മാർജിനുകളെ ബാധിക്കാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ കൺസേൺ ആയി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഹെവി ഡിപെൻഡൻസ് ഓൺ ബ്രോക്കറിംഗ്. അതും നമുക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം നമ്മൾ പറഞ്ഞു ഈ ഒരു ബിസിനസ് മോഡലിൽ നമുക്ക് ആ ഒരു റവന്യൂ കൂടുതലായി ലഭിക്കുന്നത് എവിടെ നിന്നാണ് പറഞ്ഞു, ആ ഒരു ബ്രോക്കറിംഗിലൂടെയാണ് ലഭിക്കുന്നത്. ഇൻ കേസ് അതിനെന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ അതും ഒരു കൺസേൺ ആയി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. നാലാമതായി ഒരു റിസ്ക് എലമെന്റ് ആയി നമുക്ക് പറയാൻ സാധിക്കുന്നത് ടെക്നോളജി ആൻഡ് സൈബർ സെക്യൂരിറ്റി റിസ്ക്. ഏതൊരു ഡൗൺ ടൈമും ബ്രാൻഡ് പ്രതിച്ഛായ തന്നെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അഞ്ചാമത്തെ കൺസേൺ ആയി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത് ലോസസ് ഇൻ സബ്സിഡറീസ്. ആറാമത്തെ കൺസേൺ ആയി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നതാണ് ലാർജ് OFS കമ്പണൻസ്. IPO ഫണ്ടിന്റെ ഭൂരിഭാഗം വിൽക്കുന്നതും ഷെയർ ഹോൾഡർമാർക്കാണ് പോകുന്നത്, അത് കമ്പനിക്കല്ല പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു കൺസേൺ ആയി എടുത്തു പറയാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും സെബിയുടെ RHP-യിൽ നിന്ന് എടുത്തു പറയുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സെബിയുടെ സൈറ്റിൽ നിന്ന് ഇത് പൂർണ്ണമായി എടുത്ത് വായിക്കാവുന്നതാണ്. ഏതൊരു കമ്പനിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ ഈ ഒരു IPO വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രോ എന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
ആദ്യം തന്നെ മെട്രിക്സ് ഫിസിക്കൽ ഇയർ 2023 അതുപോലെ തന്നെ ഫിസിക്കൽ ഇയർ 2025 ആ ഒരു കാൽക്കുലേഷൻ ആണ് പറയുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് NSE ആക്റ്റീവ് ക്ലയൻസ് ആണ്. കമ്പനികൾ RHP യിൽ നൽകിയിട്ടുള്ള പ്രൊജക്ഷനുകൾ അനുസരിച്ച് 2025 NSE ക്ലയന്റുകൾ 12 മില്യണിലധികമാണ്. വരുമാനം 3901 കോടിയും. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. 2023 457 കോടി രൂപയാണ് ഈ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നത്. പക്ഷെ അത് 2025 ആയപ്പോഴേക്കും 1824 കോടിയായി ഉയരുകയാണ് ചെയ്തത്. ഈ ഒരു ടേബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു കമ്പനി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ ഇയർ 2024 ഗ്രോയിൽ ഏകദേശം 805 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ അതിനൊരു കാരണമുണ്ട്. US ടാക്സ് ലയബിലിറ്റി കാരണമാണ് ആ ഒരു നഷ്ടം ഉണ്ടായത്. ഇനി നമ്മൾ ഗ്രോയുടെ വരുമാനം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ 84.9% CAGR ആണ്. അത് 2023-2025 ആ ഒരു കാലഘട്ടത്തിലാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രോയുടെ ടെക് ലീഡ് സ്കേലബിലിറ്റിയും ഓപ്പറേഷണൽ കാര്യക്ഷമതയുമാണ്. നൽകുന്ന ഈ കണക്കുകളെല്ലാം ഗ്രോയുടെ RHP യിലെ ഡീറ്റെയിൽസ് പ്രകാരമാണ്. ഇവ അന്തിമമല്ല. വിവരങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ RHP ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ചതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു ഗ്രോ എന്ന കമ്പനിയുടെ കോമ്പറ്റീഷനായി നിൽക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ്, ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ IPO ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്രോ എന്ന കമ്പനിയുടെ പ്രോഫിറ്റും തമ്മിൽ താരതമ്യം ചെയ്യാം. നമ്മളപ്പോൾ ഓരോ കമ്പനിയുടെയും വളർച്ച അനലൈസ് ചെയ്യണമെങ്കിൽ അതിന്റെ കോമ്പറ്റീഷൻ കമ്പനി ഏതാണെന്നും അതുപോലെ തന്നെ അവരുടെ വളർച്ച എങ്ങനെയാണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ കമ്പനി അതുപോലെ തന്നെ ആക്റ്റീവ് ക്ലയൻസ്, പ്രോഫിറ്റ് മാർജിൻ, PE റേഷ്യോ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഗ്രോ എടുക്കുകയാണ്. ഗ്രോവിന്റെ ആക്റ്റീവ് ക്ലയന്റ് വരുന്നത് 129.2 ലക്ഷമാണ്. അതിന്റെ പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 44.9%. PE റേഷ്യോ വരുന്നത് 31.3x ആണ്. ഇനി നമ്മൾ ഏഞ്ചൽ വൺ എന്നൊരു കമ്പനി എടുക്കുകയാണെങ്കിൽ അവരുടെ ആക്റ്റീവ് ക്ലയൻസ് വരുന്നത് 75.8 ലക്ഷമാണ്. പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 22.3%. PE റേഷ്യോ വരുന്നത് 19.8x ആണ്. ഇനി നമ്മൾ മോട്ടിലാൽ ഓസ്വാൾ എന്ന കമ്പനി എടുക്കുകയാണെങ്കിൽ അവരുടെ ആക്റ്റീവ് ക്ലയൻസ് വരുന്നത് 10.1 ലക്ഷമാണ്. പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 29.8%. PE റേഷ്യോ വരുന്നത് 24.9x ആണ്. 361 WAM എന്ന കമ്പനി എടുക്കുകയാണെങ്കിൽ അവരുടെ ആക്റ്റീവ് ക്ലയന്റ് വരുന്നത് 4.4 ലക്ഷമാണ്. പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 27.5%. PE റേഷ്യോ വരുന്നത് 45.2x ആണ്. നമ്മൾ പ്രൊഡന്റ് എന്ന കമ്പനി എടുക്കുകയാണെങ്കിൽ അവരുടെ ആക്റ്റീവ് ക്ലയന്റ് വരുന്നത് 0.2 ലക്ഷമാണ്. പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 17.3%. PE റേഷ്യോ വരുന്നത് 58.9x ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ കമ്പനിയും അവരുടെ ആക്റ്റീവ് ക്ലയൻസും അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർജിനും PE റേഷ്യോയും എന്താണെന്ന് അനലൈസ് ചെയ്തു. ഇതിലൂടെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി വിലയിരുത്തി ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. ഈ താരതമ്യങ്ങൾ RHP യിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരമാണ്. സജീവ ക്ലയന്റുകളുടെയും PE അനുപാതത്തിന്റെയും വിവരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഡേറ്റകളെല്ലാം. ഇനി നമുക്ക് അവസാനമായി കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. മാർക്കറ്റ് ലിങ്ക്ഡ് ഹൈ റെഗുലേഷൻ ബിസിനസ്, അതുപോലെ തന്നെ നോട്ട് വിത്തൗട്ട് റിസ്ക്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഏത് IPO അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നേട്ടമുള്ളതുപോലെ തന്നെ കോട്ടവുമുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ ഏത് IPO ആയിക്കൊള്ളട്ടെ, ഏതൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയെക്കുറിച്ച് മുഴുവനായി പഠിച്ച് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ കമ്പനിയുടെ കഴിഞ്ഞ കുറേ കാലത്തെ വളർച്ച എങ്ങനെയാണ്, ഫ്യൂച്ചറിൽ ഏതൊക്കെ മേഖലയിലാണ് ഈ ഒരു കമ്പനി വളരാൻ സാധ്യതയുള്ളത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുക, കൃത്യമായി വായിക്കുക, അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് നോട്ട് വിത്തൗട്ട് റിസ്ക്. ഏതൊരു കമ്പനി എടുത്താലും അതിൽ റിസ്ക് എലമെന്റ് ഉണ്ടാകും, അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു പോയിന്റ് ആണ് ഷോർട്ട് ടേം ലിസ്റ്റിംഗ് ഗെയിൻസ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ സെന്റിമെന്റ്സ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ലോങ് ടേം ലിസ്റ്റിംഗ് ഗെയിൻ വിൽ ഡിപ്പെൻഡ് ഓൺ എക്സിക്യൂഷൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ബിഫോർ അപ്ലൈയിങ് റീഡ് ദ ഫൈനൽ RHP വെരിഫൈ ഓൾ ഡേറ്റ. ഈ ഒരു RHP എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ ഏകദേശം 555ഓളം പേജ് ഉണ്ട്. അത് വായിച്ച് അതിലെ കുറച്ച് പോയിന്റുകളാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവനായി കൃത്യമായി വായിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പോകരുത്. സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ത് ആയിക്കൊള്ളട്ടെ ആ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ പൂർണ്ണമായും വിദ്യാഭ്യാസവും വിവരാവകാശവുമായ ഉദ്ദേശങ്ങൾക്കായാണ്. ഇത് യാതൊരു തരത്തിലുള്ള നിക്ഷേപക ഉപദേശമോ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ പ്രചാരണമോ അല്ല. ഈ വീഡിയോയിലെ
മുഴുവൻ വിവരങ്ങളും ഗ്രോ കമ്പനി സെബിയിൽ സമർപ്പിച്ച RHPയിലും പൊതുവായ രേഖകളിൽ നിന്നും എടുത്തതാണ്. നിക്ഷേപകർ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും RHP വളരെ കൃത്യമായി വായിക്കുക. അതുമാത്രമല്ല, സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ അഭിപ്രായവും സ്വീകരിക്കുക. സെക്യൂരിറ്റി മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് റിസ്കുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതിനാൽ സ്വന്തമായി പഠിച്ച് നിങ്ങളുടെ റിസ്കുകൾ മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുഴുവനായി IPO പ്രൈസ് ബ്രാൻഡ് എത്രയാണ്, അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഡേറ്റ് എത്രയാണ്, എന്നാണ് ആരംഭിക്കുന്നത്, നവംബർ 4, 2025 ഇത് ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത് നവംബർ 7 എന്നാണ് അവസാനിക്കുന്നത്, എത്ര രൂപയാണ് പെർ ഷെയറിന്, എത്ര രൂപയാണ്, എത്രയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ RHP മുഴുവനായി വായിച്ച് കൃത്യമായി പഠിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമയം കളയാതെ നവംബർ 4-നും 7-നും ഉള്ളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ലിസ്റ്റിംഗ് പീരീഡ് എന്നാണ് അനൗൺസ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയൂ, അതും ക്ലിയർ ചെയ്യാം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പറയൂ, നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോയും ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കണ്ട, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യൂ. Bosswala. Be the boss.